ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാനാണ്. നമുക്ക് നാനിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാമാണ്. മൈദ അല്പം ഹെൽത്തി അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് നാനിന് എപ്പോഴും മൈദ തന്നെയാണ് ആവശ്യം. അപ്പം മൈദ 500 ഗ്രാം, ഗോതമ്പ് പൊടി അത് 1/2 കപ്പ്, ഈസ്റ്റ് 1 ടീസ്പൂൺ, 2 മുട്ട, പഞ്ചസാരയുണ്ട് അത് 2 ടീസ്പൂൺ, കുറച്ച് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, അല്പം ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പാല് ചെറു ചൂട് പാല്, ലൈറ്റായിട്ടുള്ള ചൂടുള്ള പാല്, പിന്നെ വെള്ളം അത് കുഴയ്ക്കാൻ ആവശ്യത്തിന്. ഞാൻ ഈ പാല് ഈ ഈസ്റ്റിലേക്ക് ഇടുവാണ്. ഈ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി ഇതൊന്ന് കുതിർന്ന് പൊങ്ങി വരാനായിട്ട് വയ്ക്കാം. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമ്മുടെ ഈ ഗോതമ്പും കൂടെ ആഡ് ചെയ്യുന്നു. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ. അത് നമ്മൾ നോക്കുക, ബട്ടർ അല്ല ഇനി കുറച്ചും കൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ ഇങ്ങനെ പതുക്കെ ഈ ബട്ടറും ഇതും കൂടെ നമുക്ക് നനച്ച് മൊത്തം ഇവിടെ മിക്സ് ചെയ്ത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. പുട്ടിനിങ്ങനെ പൊടി നനയ്ക്കത്തില്ലേ, അതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ ഇതൊന്ന് മിക്സായി വരട്ടെ. ഈ ബട്ടർ ഇപ്പം ഒരുവിധം എല്ലായിടത്തേക്കും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുവാണ്. നമ്മുടെ ഈസ്റ്റിൻ്റെ കൂട്ട് മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ കൂട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുവാണ്. നമുക്ക് ഈസ്റ്റ് കണ്ടോ ചെറുതായിട്ടിങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പാല് കുറച്ചൊഴിക്കുവാണെങ്കിൽ നല്ല പോലെ നമുക്കിപ്പം ഇതിപ്പോൾ ഒത്തിരി പൊങ്ങി വരേണ്ട ആവശ്യമില്ല, കാരണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതായതുകൊണ്ട് ആ സമയത്ത് പൊങ്ങിക്കോളും. എന്നിട്ട് ഇതിനകത്ത് ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ പാൽ ഒഴിക്കുക. രണ്ട് മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉണ്ണി മാത്രം മതി, ആ മഞ്ഞ കരു മാത്രം മതി, വൈറ്റ് വേണ്ട. അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഇത് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുവാണ്. നമുക്ക് മൈദ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത് യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും മൈദ യൂസ് ചെയ്യുമ്പം അതിനൊപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ അതൊന്ന് ബാലൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളീയരുടെ ഒരു പ്രശ്നം. കാരണം പൊറോട്ട യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അതിനകത്ത് ചിക്കനും ബീഫൊക്കെ ആണല്ലോ കൂടുതലും കഴിക്കുന്നത്. അതേസമയം എനിക്ക് തോന്നുന്നു വെളിയിലൊക്കെ മൈദ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ഇപ്പം ബർഗർ ആണെങ്കിലും അതിനകത്തൊക്കെ ഒത്തിരി വെജിറ്റബിൾസ്, അവരുടെ ഫുഡിൻ്റെ രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് അവർ കഴിക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തു പോകും. മൈദയിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്തു പോകും. പക്ഷെ നമ്മൾ അധികമായി കഴിക്കാതെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഒരു നാനാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പം അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. ഇതിനൊപ്പം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസോ അങ്ങനെയൊക്കെ കഴിച്ച് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതുകൂടെ അല്പം നമുക്ക് ആവശ്യത്തിന്, ഒത്തിരി വേണ്ട, നോക്കിയിട്ട്, ഇതിപ്പം ഡ്രൈ ആണ്, നമ്മൾ നോക്കിയിട്ട് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം. ഒരല്പം ഇത് ലൂസായിരിക്കണം.
നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതൊരുവിധം കുഴച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്വല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു വയ്ക്കുവാണ്. എന്നിട്ട് ചെറിയ നനവുള്ള എന്തെങ്കിലും ഒരു കിച്ചൺ ടവൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മളിതൊന്ന് അടച്ച് വയ്ക്കണം. ഇത് വെച്ച് ഞാനിങ്ങനെ അടച്ച് വയ്ക്കുവാണ്. ചെറുതായിട്ട് നനച്ചിട്ടുണ്ടത്. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതൊരു ഡബിൾ സൈസ് ആവണം. ചിലപ്പം ഓരോ ഈസ്റ്റിനനുസരിച്ച് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു വരണം. ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടായി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ. ഓരോ പൊങ്ങുന്നതിന് ചിലപ്പം നമ്മുടെ കാലാവസ്ഥയുടെയൊക്കെ പ്രശ്നത്തിൽ അതിന് വ്യത്യാസം വരും. ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങും, തണുപ്പാണെങ്കിൽ പൊങ്ങാൻ താമസം വരും. എന്നാലും ഒരു 1.5 മണിക്കൂറിനകത്ത് മിക്കവാറും ഇത് പൊങ്ങി വരും. ഞാനിതിനകത്ത് ഒരു 250 ml 1 കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഞാനിതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് പൊങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുന്നത്. നമ്മുടെ ഈ ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ. കണ്ടോ, നല്ല പോലെ ഇത് പൊങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതൊന്നുകൂടെ കുഴച്ചെടുക്കാം. നമുക്കിതിന് ബോൾസാക്കി ഒരു ചപ്പാത്തി പരത്തുന്നതിനേക്കാളും അല്പം കൂടെ കനത്തിൽ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ഓരോ ബോൾസാക്കി അത് പരത്തിയെടുക്കുവാൻ പോവുകയാണ്. മീഡിയം ബോൾസ്. ഈ ബോൾസ് നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ജസ്റ്റ് ഇതിനകത്തൊന്ന് മുക്കിയിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. പരത്തിയെടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളിവിടെ കാണിക്കുന്ന എല്ലാ റെസിപ്പികളും തന്നെ ഞങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് കുറേ നാളുകളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന റെസിപ്പികളാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള റെസിപ്പികൾ തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളുടെ ചെറിയ കാലം മുതലേ തന്നെ ഞങ്ങളുണ്ടാക്കുന്ന, ഞങ്ങളുടെ വീടുകളിൽ ചെയ്യുന്ന റെസിപ്പികളാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത്, നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കാരണം ഇതെല്ലാം നല്ലപോലെ വിജയിച്ച റെസിപ്പികളാണ്. ഇങ്ങനെ നമ്മൾ പരത്തും തോറും ഇങ്ങനെ കണ്ടോ അടുത്തടുത്ത് വരും. അപ്പം വീണ്ടും വീണ്ടും പരത്തി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്കൊരു ഓപ്ഷൻ. കുറേ ആകുമ്പോൾ അത് ശരിയായി കിട്ടും. കണ്ടോ, ഒരല്പം കനമുണ്ട്, ഒത്തിരി നൈസല്ല. ഈ കനത്തിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന തവയിൽ വെച്ച് ചുട്ടെടുക്കണം. നമുക്കത് ചുട്ടെടുക്കാം. നമുക്ക് നാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുട്ടെടുക്കുവാണ്. തവ നല്ല പോലെ ചൂടായി കഴിയുമ്പം അതിലേക്ക് നാൻ ഇടുവാണ്. ചെറുതായി ഇങ്ങനെ ബബിൾസൊക്കെ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം.
പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിതിങ്ങനെ പൊങ്ങി വരും. ഇതിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ നമുക്ക് ബട്ടർ നാനായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നാൻ നമുക്ക് ഓയിലിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗീ ചെയ്തെടുക്കാം. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അതല്ലാതെ ഒന്നും അല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. ഒരുവിധം നല്ലപോലെ ഇതൊന്നും ഒരല്പം സമയമിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കണം. കാരണം അകത്ത് ഒരു കുറച്ച് പച്ചപ്പ് പോലെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരല്പസമയം നമ്മൾ അധികം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിലൊക്കെ ഇട്ട് മാറി മാറി. ഞാനായിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, ഇതിനകത്തേക്ക് നമുക്കൊരു ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ അത് ഉരുകി വരും. നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.